ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ശ്രീകാന്ത് എന്ന ഹിന്ദി മൂവിയാണ്. രാജ്കുമാർ, ജ്യോതിക, ജമീൽ ഖാൻ തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവി കൂടിയാണ്. ഈ മൂവിയുടെ ഔട്ട്ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യവസായികളായ ഒരു ദമ്പതികൾക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. പക്ഷെ ജനിച്ചപ്പോഴേ ആ കുഞ്ഞിന് കണ്ണു കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും അവരോട് എന്തിനാണ് ഇതുപോലെ നോക്കുന്നത്, ആ കുഞ്ഞിനെ മേഴ്സി കില്ലിംഗ് ചെയ്യാൻ പറയുന്നു. എന്നാൽ അവർ കുഞ്ഞിനെ വളർത്തുന്നു. പക്ഷെ വളരും തോറും അവൻ സൊസൈറ്റിയിലെ ആളുകളുമായി ഇടപെടാൻ കഴിയാതെ കുറേ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഇമോഷണൽ ആകുന്ന ഒരു മൂവി കൂടിയാണ്. അതുപോലെ ഒരുവൻ എങ്ങനെ സീറോയിൽ നിന്ന് ഹീറോയിലെത്തുമെന്നും അതുപോലെ തന്നെ ഹീറോയിൽ നിന്നും അവൻ അറിയാതെ തന്നെ വില്ലനായി മാറുന്നു എന്ന റിയലൈസേഷനും ഈ മൂവിയിൽ കാണുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു റിയൽ സ്റ്റോറി കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മൂവിയിലേക്ക് കടന്നാലോ? പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ വയലിൽ ആളുകൾ പണിയെടുക്കുന്നതും കാണിക്കുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവവേദനയായിരുന്നു, ആൺകുട്ടിയാണ് പിറന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ട് സന്തോഷം കൊണ്ട് ആ വ്യക്തി മദ്യഷാപ്പിൽ പോയി കുപ്പിയെല്ലാം മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തുന്നു. പക്ഷേ വീട്ടിലാരും കുഞ്ഞുണ്ടായത് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അയാൾ കുഞ്ഞിനെ എടുത്തിട്ട്, ഈ കുഞ്ഞിനെ ഞാൻ ശ്രീകാന്ത് എന്ന് പേരിടുകയാണ്, ഇവനെ ഞാൻ വലിയ ക്രിക്കറ്ററാക്കും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിന് ഇവൻ അഭിമാനമായി തീരുമെന്നും അയാൾ പറയുന്നു. പക്ഷെ അപ്പോഴും വീട്ടിലുള്ള ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് അയാൾ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. കാരണം കുഞ്ഞിന് രണ്ട് കണ്ണും കാണുന്നില്ല. ഇതിൽ അതീവ ദുഃഖിതനായ അയാൾ കുഞ്ഞിനെ ക്രിക്കറ്ററാക്കണം എന്ന സ്വപ്നമെല്ലാം അവസാനിച്ചല്ലോ എന്നോർത്ത് വിഷമിച്ചു. അപ്പോൾ ബന്ധുക്കളെല്ലാം ഈ കുഞ്ഞിനെ കളയണം എന്ന് അവരോട് പറയുന്നു. പക്ഷെ അമ്മ വേണ്ട, പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും, ഈ കുഞ്ഞ് എപ്പോഴും നിങ്ങൾക്ക് ഡിപ്പെൻഡൻ്റ് ആവും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ കുഞ്ഞ് വളരെ കഷ്ടപ്പെടും, അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിക്കാൻ പറയുന്നു. ആശപ്പെട്ട് നിങ്ങൾ വളർത്തിയിട്ട് അവസാനം ആ കുഞ്ഞ് വിഷമിക്കാൻ ഇടയാവരുതെന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ കുട്ടിയുടെ അച്ഛൻ കുഞ്ഞിനെ കുഴിച്ചുമൂടാൻ പോകുന്നു. അപ്പോൾ അമ്മ വേണ്ട, നമുക്ക് വളർത്താം ഈ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് കരയുന്നു. വേണ്ടടി, നാട്ടുകാർ പറയുന്നതെല്ലാം ശരിയാണ്, നമ്മുടെ ആഗ്രഹം കൊണ്ട് വളർത്തിയിട്ട് അവസാനം നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അവന് ആരും ഉണ്ടാവുകയില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ വിഷമം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന് അയാൾ പറയുന്നു. പക്ഷേ ഭാര്യ സമ്മതിക്കുന്നില്ല. നമുക്കൊരു കുഞ്ഞുകൂടി ജനിച്ചാൽ അവന് കൂട്ടാവില്ലേ എന്നെല്ലാം പറഞ്ഞ് അവസാനം അവൾ അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. അങ്ങനെ അവർ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വളർന്ന് സ്കൂളിലെല്ലാം പോകാൻ തുടങ്ങി. അവന്റെ കൂട്ടുകാരെല്ലാം അവനെ പോലെ കാഴ്ച വൈകല്യമുള്ളവരല്ല. അങ്ങനെ ഒരു ദിവസം ടീച്ചർ മുകേഷ് എന്ന കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നു. അവൻ തെറ്റുത്തരമാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുന്നു. അവനാണെങ്കിലോ കറക്റ്റായി ഉത്തരം പറയുന്നു. അത് കേട്ട് നമ്മുടെ ടീച്ചർ ശ്രീകാന്തിനെ കണ്ടുപഠിക്കുക എന്ന് മുകേഷിനോട് പറയുന്നു. പക്ഷെ മുകേഷ് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ശ്രീകാന്തിനോട് അവന് ദേഷ്യമാകുന്നു. ശ്രീകാന്തിനെ ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത്, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് കളിക്കുക എന്ന് പറയുന്നു. അപ്പോൾ മുകേഷ്, ഞാൻ നോക്കിക്കോളാം, നീ വന്ന് കളിക്കുക എന്ന് പറഞ്ഞ് ശ്രീകാന്തിന് ബാറ്റ് കൊടുക്കുന്നു. അപ്പോൾ അവൻ അവന്റെ ദേഷ്യമെല്ലാം ബോളിലേക്ക് ഇട്ടിട്ട് അവൻ ശ്രീകാന്തിനെ അറ്റാക്ക് ചെയ്യുന്നു. ശ്രീകാന്ത് ആണെങ്കിൽ താഴെ വീഴുന്നു. അപ്പോൾ മുകേഷ്, നിനക്കൊന്നും പഠിക്കാനുള്ള അർഹതയില്ല, ഇന്ന് ഈ 1 രൂപ പിച്ചെടുത്ത് ജീവിക്കാനാണ് നിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നു. ദേഷ്യം വന്നിട്ട് ശ്രീകാന്ത് അവനെ തിരിച്ചടിക്കുന്നു. തല്ലിക്കൂടുന്ന അവരെ നമ്മുടെ ടീച്ചർ വന്ന് പിടിച്ചു മാറ്റുന്നു. ശ്രീകാന്തിന്റെ അച്ഛൻ അവനെ എന്തിനാണ് അടിയുണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് ചീത്ത പറയുന്നു. അപ്പോഴാണ് ഈ ശ്രീകാന്തിന്റെ ബ്രദർ ഇവനൊന്നുമല്ല തുടങ്ങിയതെന്ന് പറയുന്നു. പിറ്റേ ദിവസം നമ്മുടെ സ്കൂളിലെ ടീച്ചർ ശ്രീകാന്തിന്റെ അച്ഛനോട്, ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ളൊരു സ്കൂളുണ്ട്, അവിടെ കൊണ്ടുപോയി ഇവനെ ചേർക്കാൻ പറയുന്നു. അത് ഹൈദരാബാദിലാണുള്ളത്. അവിടെ പഠിക്കാനും ഭക്ഷണവും താമസവും എല്ലാം ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണത്. അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നു പോകുന്നത് ഈ സ്പെഷ്യൽ ചിൽഡ്രനുള്ള ഡൊണേഷനിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ വളരുന്നു. ദേവിക എന്ന് പറഞ്ഞൊരു മാമും കൂടിയുണ്ട്. ആ ടീച്ചർ അവന് അമ്മയെ പോലെയായി മാറി. ഒരു ദിവസം ശ്രീകാന്ത് ചെയർ തട്ടി നിലത്ത് വീഴുന്നു. ആരാണ് ഇവിടെ ഈ ചെയർ കൊണ്ടുവച്ചതെന്ന് അവൻ ചോദിക്കുമ്പോൾ, ദേവിക മാം, ഞാനാണ് വെച്ചതെന്ന് പറയുന്നു. അപ്പോൾ ടീച്ചർ ശ്രീകാന്തിനോട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളും അതുപോലെ മാറി ജീവിക്കാൻ വേണ്ടി പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ടീച്ചർ അവനോട് പറയുന്നു. നമ്മുടെ ടീച്ചറാണെങ്കിൽ ശ്രീകാന്തിന് ഒരു സ്റ്റിക്ക് കൊടുത്തിട്ട്, ഇനി
നീ ഈ സ്റ്റിക്ക് യൂസ് ചെയ്ത് നടക്കൂ, അപ്പോൾ നീ സേഫായി നടക്കാൻ പറ്റും, നീ തട്ടി വീഴുകയില്ല എന്ന് പറയുന്നു. ശ്രീകാന്ത് അങ്ങനെ അവിടെ നല്ല ഇംപ്രൂവ്മെന്റ്സ് കാട്ടിത്തുടങ്ങുന്നു. അവന് നല്ല കേൾവിശേഷിയാണ്, അതുകൊണ്ട് തന്നെ അവൻ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാനും തുടങ്ങുന്നു. അങ്ങനെ പഠനത്തിലെല്ലാം അവൻ നല്ല മാർക്കും സ്കോർ ചെയ്ത് തുടങ്ങി. ഇതെല്ലാം അവൻ പാരന്റ്സിനെ വിളിച്ചു പറയുമ്പോൾ അവരും അതീവ സന്തോഷത്തിലാണ്. അങ്ങനെ ആ അക്കാദമിയിൽ ഒരു പ്രോഗ്രാം കാണിക്കുന്നു. അവർക്ക് സ്ഥിരം ഡൊണേഷൻ കൊടുക്കുന്ന ഒരാളാണ് ചീഫ് ഗസ്റ്റ്. അങ്ങനെ സ്കൂൾ ടോപ്പറായ ശ്രീകാന്ത് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് ആ ഡൊണേഷൻ തരുന്ന ആളോട് പാതി നന്ദി എന്ന് പറയുന്നു. അപ്പോൾ അയാളാണെങ്കിൽ ഇത് കേട്ട് ഷോക്ക് ആകുന്നു. ശ്രീകാന്ത് അപ്പോൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അതായത് അയാൾ കൊടുക്കുന്ന ഡൊണേഷനിൽ നിന്നും പകുതി മാത്രമാണ് ഈ കുട്ടികൾക്കെല്ലാം കിട്ടുന്നത് എന്നും ബാക്കി മാനേജ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നും അവൻ പറയുന്നു. ഞങ്ങൾ സാമ്പാർ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നും ഈ സെയിം കിച്ചണിൽ തന്നെ മാനേജ്മെന്റ് ആൾക്കാർക്ക് വേണ്ടി ചിക്കനാണ് ഉണ്ടാക്കുന്നതെന്നും ഞങ്ങൾക്ക് ഒരു ഹെൽപ്പും ഫുള്ളി കിട്ടുന്നില്ല എന്നും അവൻ പറയുന്നു. അങ്ങനെ ആ ദിവസം വൈകിട്ട് ആ മാനേജ്മെന്റിലെ ആളുകൾ ശ്രീകാന്തിനെ അവിടെ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് സ്റ്റിക്കുമായി നടക്കാൻ പോകുമ്പോൾ ആ സ്റ്റിക്ക് ഞങ്ങളുടെ മുതലാണെന്ന് പറഞ്ഞ് അവനെ ആട്ടിവിടുന്നു. പാവം നമ്മുടെ നായകൻ ആണെങ്കിൽ സ്റ്റിക്ക് ഇല്ലാതെ നടക്കാൻ അറിയുന്നില്ല. അങ്ങനെ അവൻ മെയിൻ റോഡിലേക്ക് തപ്പി തപ്പി എത്തുന്നു. അപ്പോൾ അവനെ ഒരു കാർ ഇടിക്കുന്നു. കാറുകാരൻ നിനക്കെന്താടാ കണ്ണ് കണ്ടുകൂടി എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ അയാളുടെ ഭാര്യ ശരിക്കും അയാൾക്ക് കണ്ണ് കാണുന്നില്ല എന്ന് തോന്നി എന്ന് പറയുന്നു. അങ്ങനെ അവൻ ശ്രീകാന്തിന് ക്യാഷ് കൊടുത്ത് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ശ്രീകാന്തനാണെങ്കിൽ ഇത് ഭയങ്കര വിഷമമായി. കാരണം പണ്ട് മുകേഷ് അവന് പിച്ചെടുക്കാൻ പറഞ്ഞ് കാശ് കൊടുത്തില്ലേ, അതായിരുന്നു അവന് ഓർമ്മ വന്നത്. ഇതെല്ലാം സഹിച്ചു അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ അവിടേക്ക് നമ്മുടെ ദേവിക ടീച്ചർ അവനെ തപ്പി അവിടെ എത്തുന്നു. അവൻ ടീച്ചറുടെ ശബ്ദം കേട്ടതും കുറെ അലറി കരയുന്നു. അങ്ങനെ ടീച്ചർ അവനെ ടീച്ചറുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ടീച്ചറാണെങ്കിൽ ശ്രീകാന്തിന്റെ പാരന്റ്സിനെ വിളിച്ച് നടന്ന എല്ലാ കാര്യവും പറഞ്ഞ് അവൻ എൻ്റെ അടുത്ത് സേഫാണ്, അവൻ പഠിക്കാൻ നല്ല മിടുക്കനാണ്, ഞാൻ അവനെ നോക്കിക്കൊള്ളാം എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. ടീച്ചർ അവനെ പഠിപ്പിക്കുവാൻ വേണ്ടി വിടുന്നു. 90% മാർക്കോടെയാണ് അവൻ പാസ്സായത്. പക്ഷെ അപ്പോഴാണ് പ്രശ്നം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ബോർഡ് റൂൾ അനുസരിച്ച് വിഷ്വലി എംപയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല. നീ ഈ സയൻസ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യാനായി എന്ന ആളുകൾ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് എന്താ പഠിക്കാൻ പാടില്ലേ എന്നും എനിക്ക് പഠിക്കണമെന്നും പഠിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടതെന്നും ഞാൻ എന്തായാലും പഠിക്കുമെന്നും അവൻ പറഞ്ഞ് കോർട്ടിൽ കേസ് കൊടുക്കുന്നു. അതും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെതിരെയാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സീനിൽ വീണ്ടും കോർട്ട് സീനാണ് കാണിക്കുന്നത്. അവിടെ ഒരു മാനേജ്മെന്റ് ടീം വന്നിട്ട് ഇതുപോലെയുള്ള ആളുകളെ പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം ഹോൾ സിസ്റ്റം തന്നെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവന് ഒരു ബുക്ക് കൊടുക്കുന്നു. ഈ ബുക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നവർ ശ്രീകാന്തിനോട് ചോദിക്കുന്നു. അവൻ പഠിച്ചാൽ റിസൾട്ട് വ്യത്യാസം വരുമെന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ ദേവിക ടീച്ചർ എഴുന്നേറ്റ് നിന്ന് ശ്രീകാന്തിന്റെ ബുക്ക് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാനേജ്മെന്റ് ആണെങ്കിൽ ഇത് വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവർക്കുള്ള ബുക്കല്ലേ, ഇത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനായി എന്ന് ചോദിക്കുന്നു. നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഈ പുസ്തകം വെച്ച് ഞാൻ പഠിച്ചോളാമെന്നും എനിക്ക് സിസ്റ്റം ഒന്നും മാറ്റണ്ട, പക്ഷെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം തന്നാൽ മതി എന്ന് അവരോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ദേവിക ടീച്ചർ നിങ്ങളുടെ ആകെപ്പാടിയുള്ള ഇപ്പോഴത്തെ റിസൾട്ട് 40% വരെയുള്ളൂ, നിങ്ങൾ ഇവനെ എങ്ങാനും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവൻ യൂണിവേഴ്സിറ്റിക്ക് തന്നെ അഭിമാനമായി മാറുകയുള്ളൂ എന്ന് നമ്മുടെ ടീച്ചർ വാക്ക് കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി നമ്മുടെ ഹീറോയ്ക്ക് ചാൻസ് കൊടുക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആ ചാൻസിൽ 90% മാർക്കോടെ ജയിക്കുന്നു. അപ്പോഴാണെങ്കിൽ അവിടെ വിദ്യാർത്ഥികളെ കാണാനായി നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം അവിടേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് തനിക്കും അതിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവസാനം അവൻ APJ അബ്ദുൽ കലാമിനെ മീറ്റ് ചെയ്യുന്നു. കലാം കുട്ടികളോട് നിങ്ങൾക്ക് എല്ലാവർക്കും വലുതാകുമ്പോൾ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നു. എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ എന്നെല്ലാം പറയുന്നു. പക്ഷേ അവസാനം ശ്രീകാന്തിന്റെ അടുത്ത് എത്തുമ്പോൾ ശ്രീകാന്ത് എണീറ്റ് നിന്ന് പറയുന്നു, എനിക്ക് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വിഷ്വലി എംപയർഡ് ആയിട്ടുള്ള പ്രസിഡന്റ് ആകണം എന്ന് പറയുന്നു. അപ്പോൾ കലാം അവനെ അടുത്ത് വിളിച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞ വാക്കുകളിൽ ഒരു സോൾ ഉണ്ടെന്ന്, അതുകൊണ്ട് നീ അത് നേടിയിരിക്കുമെന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത സീനിൽ ടോപ്പേഴ്സിന് ട്രോഫി കൊടുക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് ദേവിക ടീച്ചർ എനിക്ക് ട്രോഫി തന്നാൽ മതി, കാരണം ടീച്ചർ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെയൊന്നും എത്തില്ല എന്നവൻ പറയുന്നു. അതുപോലെ തന്നെ വിഷ്വലി ചാലഞ്ച്ഡ് ആയ ആളുകളുടെ ഇന്ത്യ ടീമിൽ, അതായത് ക്രിക്കറ്റ് ടീമിലും അവന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവൻ അവന്റെ അച്ഛനെ കാണാൻ നാട്ടിലേക്ക് പോകുന്നു. ശ്രീകാന്ത് നാട്ടിൽ അച്ഛനെ കണ്ട് ഒരു ടീഷർട്ട് എടുത്ത് കാണിക്കുന്നു. ആ ടീഷർട്ട് ആണെങ്കിൽ ക്രിക്കറ്റ് ടീമില്ലേ, ഇന്ത്യ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്നതിൻ്റെയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആകുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ ടീച്ചർ വിളിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അവനോട് പറയുന്നു. അതായത് കോളേജിൽ സയൻസ് സബ്ജക്റ്റ് ഇല്ല എന്നും അപ്പോൾ നമ്മൾ വീണ്ടും കോർട്ട് കേസിന് പോകേണ്ടി വരുമെന്ന് പറയുന്നു. ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു വിഷമിക്കുന്നു. അപ്പോൾ നമ്മുടെ ടീച്ചറാണെങ്കിൽ ഒരു ഉപായമുണ്ട്, നമുക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നോക്കാമെന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ നിനക്ക് ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ പറ്റില്ല എന്നും ടീച്ചർ പറയുന്നു. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത്
ശ്രീകാന്ത് ആണെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷനാണ് ഫസ്റ്റ്, ക്രിക്കറ്റ് എല്ലാം സെക്കൻഡാണ്, എഡ്യൂക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നു. അങ്ങനെ അവൻ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അവർ എന്നിട്ട് ഓൺലൈൻ വഴി അവനെ വീഡിയോ കോൾ ചെയ്ത് ഇന്റർവ്യൂ ചെയ്യുന്നു. അവനാണെങ്കിൽ എല്ലാത്തിനും ശരിയായ ഉത്തരം തന്നെ പറയുന്നു. അങ്ങനെ അവന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ഒരു സ്കോളർഷിപ്പും കിട്ടുന്നു. നെക്സ്റ്റ് സീൻ എയർപോർട്ടാണ് കാണിക്കുന്നത്. അവൻ അമേരിക്കയിലേക്ക് പോകാനാണ് നിൽക്കുന്നത്. അകത്തേക്ക് കയറിയപ്പോൾ എയർപോർട്ട് മാനേജ്മെന്റ് അവനെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. കാരണം അവരുടെ റൂൾ പ്രകാരം വിഷ്വലി എംപയർഡ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം കൂടെ പോകാൻ ഒരാളും കൂടി വേണം. അങ്ങനെ അവൻ അവിടെയുള്ള എല്ലാവരോടും ഞാൻ ഇങ്ങനെ പഠിക്കാനാണ് പോകുന്നത്, ജസ്റ്റ് എൻ്റെ ഒപ്പമുള്ള ആളാണെന്ന് പറഞ്ഞാൽ മതി എന്നെല്ലാം ഹെൽപ്പ് ചോദിക്കുന്നു. പക്ഷെ അവനെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ ഈ മാനേജ്മെന്റ് അവനെ ഒരു സീറ്റിലേക്ക് കൊണ്ടുവരുത്തുന്നു. അവനാണെങ്കിൽ അത് 3:3 സീറ്റാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് 3:3 റോ വെറ്റ്. അപ്പൊ അവൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അതിന്റെ നടുക്ക് പോയി നിന്നിട്ട് ഹായ് ഓൾ, വെൽക്കം ഓൺ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് അവൻ ഫ്ലൈറ്റിലെ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു മൈന്യൂട്ട് കാര്യം വരെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് കേട്ട എല്ലാ പാസഞ്ചേഴ്സും ഈവൻ ആ മാനേജ്മെന്റ് കൂടി കൈയടിച്ചു. അങ്ങനെ നമ്മുടെ മാനേജ്മെന്റ് അവനെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി അലൗ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ നായകൻ അമേരിക്കയിലേക്ക് എത്തുന്നു. അമേരിക്കയിലുള്ളവർ നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല, അവർ ആരും സിമ്പതിയൊന്നും കാണിക്കുന്നില്ല. എല്ലാവരും സാധാരണ പോലെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് നമ്മുടെ നായകനെ കാണുന്നത്. അവനവിടെ കുറെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും കിട്ടിയിരുന്നു. അവിടെ സ്വാതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായി അവൻ കമ്പനിയായി തുടങ്ങി. അവളാണെങ്കിൽ ഞാൻ ചേട്ടൻ്റെ വലിയ ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുറകെ കൂടിയിരിക്കുന്നത്. ഫോണിലൂടെയാണ് അവൻ സംസാരിച്ചിരുന്നത്. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സായി മാറി. അങ്ങനെ അവൾ നമ്മുടെ നായകനോട് അവളും ഹയർ സ്റ്റഡീസിന് വേണ്ടി അമേരിക്കയിലേക്ക് വരികയാണെന്ന് പറയുന്നു. അങ്ങനെ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവരാണെങ്കിൽ അമേരിക്കയുടെ രണ്ടെൻഡിലാണുള്ളത്. പക്ഷേ ലോങ് ഡ്രൈവ് ഇഷ്ടമല്ലേ, സോ നമുക്ക് മീറ്റ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് അവരങ്ങനെ മീറ്റ് ചെയ്യുന്നു. അവൾക്കാണെങ്കിൽ ശ്രീകാന്തിനെ വളരെ ഇഷ്ടമാണ്. ആദ്യമായി ഇത്രയും അടുത്ത അവളോടും അവനും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ടീച്ചർ വിളിക്കുന്നു. ഇന്ത്യയിലേക്ക് വരുന്നില്ലേ എന്ന് അവനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഞാൻ ഇവിടെ ജോബിന് ട്രൈ ചെയ്യുന്ന ടീച്ചറെ, ഞാൻ എന്തിനാണ് ഇന്ത്യയിലേക്ക് വരുന്നത്, അവിടെ എന്നെ കൊണ്ട് ഒരാവശ്യമില്ലല്ലോ എന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ ടീച്ചർ ഓക്കെ, നിന്റെ ഡിസിഷൻ അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്നെല്ലാം പറയുന്നു. പക്ഷെ ഇത് കേട്ട് നമ്മുടെ സ്വാതിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവൾ ദേഷ്യത്തോടെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനോട് നീ എത്ര പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു. നിന്നെ പോലെ എത്ര പേരുണ്ട് ഇന്ത്യയിൽ, നീ വന്നാലേ അവർക്കെല്ലാം ഹെൽപ്ഫുൾ ആവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് ക്ലാസ് എടുക്കുന്നേ, നീ ഇന്ത്യക്ക് വേണം എന്നെല്ലാം അവൾ പറഞ്ഞ് അവനെ പ്രചോദിപ്പിക്കുന്നു. നായകൻ ഇന്ത്യയിലേക്ക് എത്തുന്നു. അവൻ നമ്മുടെ ടീച്ചറിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അങ്ങനെ അവർ സ്ഥലം തപ്പാൻ വേണ്ടി പോകുന്നു. അധിക വാടക കാരണം അവർ അത് ഉപേക്ഷിച്ചു വരുന്നു. അപ്പോഴാണ് നമ്മുടെ നായകന് ഒരു കാര്യം മനസ്സിലായത്. ഇന്ത്യയിൽ പഠിക്കാൻ മാത്രമല്ല പൈസ വേണ്ടത്, പഠിപ്പിക്കാനും പൈസ വേണം. അങ്ങനെ നമ്മുടെ ഹീറോയും ടീച്ചറും ഒരു ഡിസിഷൻ എടുക്കുന്നു. വീടിന്റെ ടെറസ് ഒരു കമ്പ്യൂട്ടർ ക്ലാസ് ആക്കി മാറ്റാം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ടീച്ചറാണെങ്കിൽ സ്ഥലം എന്റെയാണ്, പക്ഷെ ക്രെഡിറ്റ് എല്ലാം നിനക്കല്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചിരിക്കുന്നു. അടുത്ത സീനിൽ APJ അബ്ദുൽ കലാമിനെ വീണ്ടും നമ്മുടെ നായകൻ മീറ്റ് ചെയ്യുന്നു. അവനൊരു ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കലാം സാർ അവനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്നിട്ട് അവനെ സ്റ്റേജിൽ കയറ്റി അന്ന് നടന്ന കാര്യം പറഞ്ഞിട്ട് ഇവനെ പോലെയുള്ളവരാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം, എന്നാലേ നമ്മുടെ സൊസൈറ്റി വളരുകയുള്ളൂ എന്നെല്ലാം പറയുന്നു. ശ്രീകാന്താണെങ്കിൽ കലാം സാറിനെ മീറ്റ് ചെയ്തിട്ട് ഞാൻ തോറ്റുപോയി സാർ എന്ന് പറയുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ ജോബിന് പോയ എല്ലായിടത്തു നിന്ന് അവനെ സെലക്റ്റഡ് ആക്കിയിട്ടില്ല. അപ്പോൾ കലാം അവനോട് നീ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നു. എന്നിട്ട് അവനൊരു ചെക്കും കൊടുക്കുന്നു. നീ സക്സസ് ആവും. അങ്ങനെ നെക്സ്റ്റ് സീനിൽ രവി എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്ററെ നമ്മുടെ നായകൻ പോയി മീറ്റ് ചെയ്യുന്നു. അയാളാണെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ പറയുന്നു. ഇനി ഫ്യൂച്ചർ എല്ലാം ഇലക്ട്രിക് കാർസ് ആൻഡ് ബൈക്സ് ആണ്, സോ നമുക്ക് ബാറ്ററീസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങാമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ ഈ ബാറ്ററിയുടെ ഗ്യാരണ്ടി വെറും 5 ഇയർ ആണ്, അതിനുശേഷം ഇത് ഡംപ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി എല്ലാം റീസൈക്കിൾ ചെയ്യുന്ന ഒരു ഫാക്ടറി തുടങ്ങിയാലോ എന്ന് പറയുന്നു. അപ്പോൾ രവി ഇതിൽ നിന്നും എന്ത് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുക എന്ന് നമ്മുടെ നായകനോട് ചോദിക്കുന്നു. നമ്മുടെ നായകനാണെങ്കിൽ ഇത് നല്ല റിസർച്ചും സ്റ്റഡി എല്ലാം നടത്തിയിട്ട് ഇന്ത്യയുടെ 12% ഡെവലപ്മെന്റ് ആവും എന്ന് പറയുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ഒരു ഫാക്ടറി വാങ്ങുന്നു. ഓൾഡ് മെഷീൻസ് എല്ലാം അതിൽ നിന്ന് തന്നെ അവർ റിന്യൂ ചെയ്യുന്നു. അങ്ങനെ അവർ അവരുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രോഫിറ്റും കിട്ടി തുടങ്ങുന്നു. അങ്ങനെ അവർ അവരുടെ കടങ്ങളെല്ലാം വീട്ടുന്നു. റോഡിൽ നിന്ന് ഫുഡിന് വേണ്ടി പിച്ചെടുക്കുന്ന ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരെ കമ്പനിയിൽ വിളിച്ച് അവൻ ജോലി കൊടുക്കുന്നു. ഇതെല്ലാം അറിഞ്ഞ മീഡിയ അവനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നു. മീഡിയ ആണെങ്കിൽ ശ്രീകാന്തിനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ദേഷ്യം വന്നിട്ട് ഞാനാണ് ഇതെല്ലാം ചെയ്തത്, ഇത് എൻ്റെ നോളേജാണ്, ദേവിയുടെ പൈസ മാത്രമാണ്, അപ്പോൾ ശരിക്കും ഞാനല്ലേ ഹീറോ എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ അവിടേക്ക് നമ്മുടെ മുകേഷ് അവൻ എത്തുന്നു. എന്നിട്ട് അവൻ നമ്മുടെ നായകനോട് എനിക്ക് എന്തെങ്കിലും ജോലി തരണം എന്ന് പറയുന്നു. നമ്മുടെ നായകനാണെങ്കിൽ നീ കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്, താങ്ക്സ് എന്നെല്ലാം പറയുന്നു.
അവിടെ മുകേഷിനോട് നീ ഫിസിക്കലി ഫിറ്റ് ആണോ എന്നെല്ലാം ചോദിക്കുന്നു. മുകേഷ് ആണെങ്കിൽ നീ പറഞ്ഞ എന്തു ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ നായകൻ ഇവിടെ നിന്ന് നീ വേഗം പോക്കോ, നിനക്കിവിടെ ജോലിയൊന്നുമില്ല, പോയിടുന്നെന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ടീച്ചറും രവിയും ഇവന്റെ ബിഹേവിയർ എന്താണ് ഇങ്ങനെയെന്ന് ഓർത്ത് വിഷമിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പണം കൊണ്ട് വേറൊരു ഫാക്ടറി തുടങ്ങണം എന്നെല്ലാം പറയുന്നു. അപ്പോൾ രവി ഇത് വർക്കൗട്ട് ആകുമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അതൊക്കെ വർക്കൗട്ട് ആവും, ഞാനല്ലേ നോക്കുന്നത് എന്നെല്ലാം അവൻ പറയുന്നു. അവന് വീണ്ടും കൂടുതൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവൻ നോക്കുന്നത്. എന്നിട്ട് അവർ വേണുഗോപാൽ എന്ന ആളുടെ കമ്പനി മേടിക്കുന്നു. 6 മാസം കഴിഞ്ഞാൽ പണം തിരിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്. അയാളാണെങ്കിൽ അത് സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെ അവർ ബിസിനസ് തുടങ്ങുന്നു. സ്വാതിയെ അവൻ വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ വീണ്ടും അവന്റെ വീട് വെക്കാൻ വേണ്ടി അവൻ നാട്ടിലേക്ക് പോകുന്നു. അതിനുവേണ്ടി പൂജ നടക്കുന്ന സമയത്ത് അവന്റെ അച്ഛൻ ആദ്യത്തെ മൂലക്കല്ല് നീ തന്നെ വെക്കണമെന്ന് പറഞ്ഞ് കുഴിയിലേക്ക് വെക്കുന്നു. അപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ അവനെ ഈ സെയിം കുഴിയിലിട്ടല്ലേ കുഴിച്ചു മൂടാൻ അവർ നോക്കിയത് എന്ന് ഓർത്തു. പക്ഷേ ഇന്ന് അവൻ എത്തിയിരിക്കുന്ന നില കണ്ട് നമ്മുടെ അച്ഛൻ അപമാനിച്ചു. രവിയുടെ വീട്ടിൽ ഹീറോയ്ക്ക് അവാർഡ് കിട്ടുന്ന കാര്യം അറിഞ്ഞ് അവരെല്ലാവരും TV കാണുകയാണ്. അപ്പോൾ അംബാനിയെ പറ്റി ഒരു ന്യൂസ് കാണിക്കുന്നു. ആർക്കും അംബാനിയൊന്നും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് രവി പറയുമ്പോൾ നമ്മുടെ നായകൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എയർപോർട്ടിൽ വെച്ച് നമ്മുടെ സ്വാതി നീ എന്താണ് രവിയോടെല്ലാം ഇങ്ങനെ പെരുമാറിയത്, ഇതെല്ലാം വളരെ തെറ്റാണ്, നിന്റെ വളർച്ചയിൽ നിന്റെ ഒപ്പം നിന്ന മനുഷ്യരെ നീ ഒരിക്കലും താഴ്ത്തിക്കെട്ടരുത്, നീയും അവരെ സ്നേഹിക്കണം എന്നെല്ലാം നമ്മുടെ സ്വാതി അവനോട് പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയെ കാണാൻ ഒരു മിനിസ്റ്റർ വയ്ക്കുന്നു. ഇത് കണ്ട നമ്മുടെ രവി എന്താണ് ഇവരെല്ലാം ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായകൻ എന്നെ പൊളിറ്റിക്സിലേക്ക് വിളിക്കുന്നതാണ് എന്ന് പറയുന്നു. ഞാനും ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്ന് നമ്മുടെ ഹീറോ പറയുന്നു. അപ്പോൾ നമ്മുടെ രവി നമ്മുടെ ബിസിനസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ നീ ഇങ്ങനെ വിട്ടിട്ട് പോകരുത് എന്ന് നമ്മുടെ കമ്പനി കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും പറയുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ വേണുഗോപാലില്ലേ അയാൾ വിളിച്ച് പൈസ എവിടെയാണ്, 6 മാസമായിട്ടും ഒന്നും കിട്ടിയിട്ടില്ല, എപ്പോഴാണ് നിങ്ങൾ തരുന്നത് എന്ന് ചോദിച്ചു വിളിക്കുന്നു. ശ്രീകാന്ത് ആണെങ്കിൽ അയാളുടെ കോൾ ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മുടെ രവി ആ കോൾ എടുത്ത് ഇവന്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഞാൻ ഈ ബിൽഡിങ്ങിൽ നിന്ന് വീണ് ചാവും, എന്നിട്ട് ഈ എന്നെ പോലെയുള്ള വയ്യാത്തൊരു വ്യക്തിയെ കൊന്നു എന്ന പേര് തനിക്കാവും എന്ന് പറഞ്ഞ് ത്രട്ടൻ ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ രവി വിഷമത്തോടെയാണ് കേട്ടത്. ഇവന്റെ ബിഹേവിയർ എന്താണ് ഇങ്ങനെ പറ്റിയതെന്ന് എല്ലാം ആലോചിച്ചിട്ട് അവൻ നമ്മുടെ ടീച്ചറോട് ഇവൻ ചെയ്ത ഈ കാര്യം, അതായത് നമ്മുടെ ഈ വേണുഗോപാലിനെ ത്രട്ടൻ ചെയ്ത കാര്യം അവൻ ടീച്ചറോട് പറയുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ ടീച്ചറും ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ശ്രീകാന്തിന് പെട്ടെന്നുള്ള കോൾ വരുന്നു. അവന് വീണ്ടും ഒരു അവാർഡ് കിട്ടുന്നു. ഇതിൽ അവൻ അതീവ സന്തോഷത്തിലാണ്. അവന്റെ സന്തോഷത്തിൽ നമ്മുടെ ടീച്ചറും രവിയും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അവരുടെ ഉള്ളിൽ ഇവന്റെ ബിഹേവിയറിന് എന്തോ മാറ്റം പറ്റിയിട്ടുണ്ടല്ലോ എന്നെല്ലാം അവൻ പിടിക്കുന്നു. പിറ്റേ ദിവസം മിനിസ്റ്ററിന്റെ ഓഫീസിലേക്ക് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി നമ്മുടെ ഹീറോ അവിടേക്ക് എത്തുന്നു. അവന് കണ്ണു കാണുകയില്ല, പക്ഷെ ഞാൻ ചീത്ത വ്യക്തിയല്ല എന്നെല്ലാമാണ് അവർ ബാനറിൽ സ്ലോഗൻ വെച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്തിന് ഒരു കാര്യം മനസ്സിലായത്, അതായത് അവന് കാഴ്ചവൈകല്യം ഉള്ളതുകൊണ്ട് അവന് വേണ്ടി കുറെ ഡൊണേഷൻസ് ഈ പാർട്ടിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ അത് ക്യാമ്പയിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് അവൻ വെറും ഒരു വസ്തുവായിട്ടാണ് നമ്മുടെ നായകനെ കണ്ടിരുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായകൻ അവന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ നമ്മുടെ ടീച്ചറെ കണ്ട് ടീച്ചറെ ഞാൻ ചെയ്ത എല്ലാത്തിനും മാപ്പ് എന്ന് പറയുന്നു. ടീച്ചറാണെങ്കിൽ എന്നോടല്ല നീ മാപ്പ് ചോദിക്കേണ്ടത്, നിന്റെ ഒപ്പം നിന്നിരുന്ന രവിയോടാണെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ നായകൻ രവിയെ കാണാൻ പോകുന്നു. അപ്പോൾ രവി ആണെങ്കിൽ എന്തോ ഞാൻ കേട്ടില്ല, മാപ്പോ എന്നെല്ലാം പറഞ്ഞ് അവനെ കളിയാക്കുന്നു. പക്ഷെ പിന്നീട് അവർ കൂട്ടുകൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേത് അവർ കാണിക്കുന്നത് ഒരു അവാർഡ് സീനാണ്. അതായത് നമ്മുടെ നായകനൊരു അവാർഡ് ഉണ്ടായിരുന്നില്ലേ, അത് മേടിക്കാൻ വേണ്ടി അവൻ പോകുന്നു. അപ്പോൾ അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മുടെ ഹീറോ സ്റ്റേജിൽ നിന്ന് ഞാൻ ഈ അവാർഡിൽ അത്ര ഹാപ്പി അല്ല എന്ന് പറയുന്നു. കാരണം വിഷ്വലി ചാലഞ്ച്ഡ് എന്നൊരു വിഭാഗത്തിലാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങളാരും എന്നെ ഒരു നോർമൽ പേഴ്സണായി കാണുന്നില്ല. എനിക്ക് ആകെ നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്നെ ഒരു നോർമൽ ആയിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഞാനും നിങ്ങളെപ്പോലെ എന്നെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ ആളുകളോട് അവൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ എന്നെയല്ല ഇൻസ്പിറേഷനായി കാണേണ്ടത്, എന്നെ ഹെൽപ്പ് ചെയ്ത ദേവിക മാമിനെയും അതുപോലെ തന്നെ രവിയെയുമാണ് നിങ്ങൾ ഇൻസ്പിറേഷനായി കാണേണ്ടതെന്ന് പറയുന്നു. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ബ്ലൈൻഡിന് വേണ്ടി ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റുക, ഒരാളെ അറ്റ്ലീസ്റ്റ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സിമ്പതി ഒന്നുമല്ല എന്നവൻ പറയുന്നു. അവനാണെങ്കിൽ അവന്റെ അവാർഡ് റിട്ടേൺ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം നോർമൽ കാറ്റഗറിയിൽ തന്നെ ഞാൻ ഈ അവാർഡ് മേടിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നമ്മുടെ മൂവി അവസാനിക്കുന്നു. ഈ മൂവിയുടെ അവസാനം നമ്മുടെ ഒറിജിനൽ ശ്രീകാന്തിലെ അയാളെ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ എന്താ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ മൂവി ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊരു റിയൽ സ്റ്റോറിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോറി ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി വേറെ ഏതെങ്കിലും ഒരു മൂവി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.